Previously on From. ഇനി ഞാൻ പറയാം. ജെയ്ഡിന്റെ ദർശനം അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോളനി ഹൗസിലെ ബേസ്മെന്റിലുള്ള ആ സ്റ്റോറേജ് റൂം, അവിടെയുള്ള ഭിത്തി പൊളിച്ചതിലൂടെ ഒരു വലിയ വാതിൽ കണ്ടെത്തിയതും ഇനി വേണ്ടത് കണ്ടുപിടിച്ച രഹസ്യങ്ങളെല്ലാം എല്ലാവരിലും എത്തിച്ച് രക്ഷപ്പെടാൻ ഒരു വഴി ഒരുമിച്ച് പ്ലാൻ ചെയ്യുക എന്നതുമാണ്. പുതിയ കാഴ്ചകൾ തുടങ്ങുന്നതും ആ വാതിലിന് മുന്നിൽ നിന്ന് തന്നെ. അതെങ്ങനെയെങ്കിലും തുറക്കാൻ വേണ്ടി ജെയ്ഡും റാൻഡലും ചേർന്ന് കിടഞ്ഞ് ശ്രമിക്കുവാണ്. എന്നാൽ അവരെത്രയൊക്കെ ബലം പ്രയോഗിച്ചിട്ടും ആ വാതിൽ ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ജെയ്ഡിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ വാതിൽ നമുക്കിപ്പോൾ ഈ വശത്തു നിന്ന് തുറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് മറുവശത്തു നിന്ന് തുറക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ജെയ്ഡിൻ്റെ ദർശനങ്ങൾ ശരിയാണെങ്കിൽ ആ മറുവശത്തുള്ള വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് മോൺസ്റ്ററുകളുടെ കേന്ദ്രമായ ഗുഹകളുള്ള ടണലിലേക്കാണ്. നിലവിൽ ഇപ്പോൾ ഈ വാതിൽ മൂടി വെച്ചിരിക്കുന്നത് ആരായാലും അത് സുരക്ഷയ്ക്കായി തന്നെയാണെന്നാണ് ജെയ്ഡ് അനുമാനിക്കുന്നത്. തൽക്കാലത്തേക്ക് അവിടെ നിന്നുള്ള ജീവികളും ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കാനും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി ജെയ്ഡ് ഒരു റിസ്ക് എടുക്കാൻ നിൽക്കാതെ ആ വാതിലിൽ ഒരു മുള്ളാണി അടിച്ചിട്ട് അതിലേക്ക് ഒരു താലിസ്മാൻ സ്ഥാപിക്കുകയാണ്. ബേസ്മെൻറ്റിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേ സമയം മുകളിലേക്ക് പോയാൽ ബോയ്ഡും കെന്നിയും ചേർന്ന് ഹെൻറി അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനാ? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഹെൻറി കോളനി ഹൗസിലില്ല. അയാൾ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണെന്ന് കരുതുമ്പോൾ അത് സോഫിയുമൊത്ത് ബാറിലിരുന്ന് മദ്യപിക്കാൻ പോയതാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, അവർക്ക് ഹെൻറിയുടെ ഒരു വലിയ സത്യം വെളിപ്പെടുത്താനുണ്ട്. അതായത് അയാളിപ്പോൾ വാത്സല്യത്തോടെ കാണുന്ന താബീത്ത യഥാർത്ഥത്തിൽ മിറാണ്ടയുടെ പുനർജന്മമാണ് എന്ന നടക്കുന്ന സത്യം അയാളെ അറിയിക്കണം. പുനർജന്മ സത്യവും ജെയ്ഡിൻ്റെ പുതിയ വെളിപാടുമെല്ലാം ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സകലരോടും പറയാൻ തുനിഞ്ഞു നിൽക്കുകയാണ് ബോയ്ഡ്. എന്നാൽ അതിനു മുന്നേ വിക്ടറോടും ഹെൻറിയോടും മാത്രമായി ഈ കാര്യം ആദ്യമേ എന്ന് പറയേണ്ടതുണ്ട്. അവരങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നേരം വൈകിയതോടെ ഹെൻറി എന്തായാലും കോളനി ഹൗസിലേക്ക് തിരിച്ചു കയറി വരുന്നുണ്ട്. അതും മദ്യപിച്ച് ലക്കുകെട്ടാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നേരെ വന്ന് ഒരു സോഫയിൽ അങ്ങ് ഇരുന്ന് പോകുമ്പോൾ സോഫിയുടെ രക്തം കൂടി ഹെൻറിയുടെ ശരീരത്തിലുള്ളതുകൊണ്ടാകാം അയാൾ ഇത്രത്തോളം വഷളായത് എന്ന് നമുക്ക് അനുമാനിക്കാം. കെന്നി ഈ ഒരു മോശം അവസ്ഥ കണ്ടിട്ട് ബോയിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ഹെൻറിയോട് എങ്ങനെ ഈ വലിയ വാർത്ത അവതരിപ്പിക്കുമെന്ന്. ഇപ്പോഴേ മിറാണ്ട ഏത് സാഹചര്യത്തിലാണ് മരണപ്പെട്ടത് എന്നറിഞ്ഞ ഷോക്കിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഹെൻറിയോട് തൻ്റെ ഭാര്യ മറ്റൊരു വ്യക്തിയെ പുതിയൊരു രൂപത്തിൽ തിരികെ വന്നിട്ടുണ്ടെന്ന സത്യം എങ്ങനെ പറയും എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ബോയ്ഡിന് മുന്നേ പറഞ്ഞില്ലേ, ഇനി മേലും കീഴും നോക്കാനില്ല, എല്ലാം നേരെ വാ നേരെ പോകും. കാരണം സമയം അധികമില്ലെന്ന് ഫാദർ കാട്രി വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഹെൻറിക്കിടക്കിലേക്ക് ചെന്നിട്ട് ഒന്ന് വിക്ടറുടെ മുറിയിലേക്ക് വരാനും ബോയ്ഡ് വിളിക്കുമ്പോൾ അയാൾ ആദ്യമേ ഒന്ന് വിരണ്ടു, ഇനി വിക്ടറിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അതൊന്നും അല്ലെന്ന് വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അച്ഛനോടും മകനോടും ബോയ്ഡ് ആ സത്യം തുറന്നങ്ങ് പറഞ്ഞു. മിറാണ്ട ഇപ്പോൾ താബീത്തയെ പുനർജനിച്ചിരിക്കുകയാണ് എന്നുള്ള എല്ലാ സത്യവും. ഇത് കേട്ടപാടെ ഹെൻറിക്ക് തൻ്റെ സമനില പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അയാളിതെല്ലാം അപ്പാട് തള്ളിക്കളഞ്ഞ് ഇനി മിണ്ടിപ്പോരുന്ന ബോയ്ഡിനോട് ഷൗട്ട് ചെയ്ത് വലിയ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ഇതുപോലുള്ള അമാനുഷികവും വിശ്വസിക്കാൻ കഴിയാത്തതുമായ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഹെൻറി അപ്പോൾ ഉണ്ടായിരുന്നത്. ഹെൻറി പോയതിനു ശേഷം താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിക്ടറിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബോയ്ഡ് ശ്രമിച്ചു. ബോയ്ഡ് പറയുന്നതിൻ്റെ അർത്ഥം തനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി ഒന്നും കേൾക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിക്ടർ വളരെ വ്യക്തമായി തന്നെ ഷെരീഫിനോട് പറഞ്ഞു. കാരണം അവിടേക്ക് മെൻറ്റാലിറ്റി അങ്ങനെയായി തീർന്നു ഇപ്പോൾ. എന്നിട്ട് അതിന് പകരമായി ബാനിനിയലോയെ എത്രയും വേഗം കണ്ടുപിടിക്കാനാണ് വിക്ടർ ബോയ്ഡിനോട് ആവശ്യപ്പെട്ടത്. കാരണം ആ മനുഷ്യൻ വീണ്ടും ഈ ടൗൺഷിപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതിനർത്ഥം താൻ കുട്ടിയായിരുന്നപ്പോൾ ഈ ടൗണിൽ നടന്ന വലിയ കൂട്ടുകുരുതിയും രക്തച്ചൊരിച്ചിലും വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എന്ന ഭയമാണ് വിക്ടറിനുള്ളിൽ. ഇതേ സമയം തന്നെ അവിടെ താബീത്തയുടെ വീട്ടിലും അവൾ കുട്ടികളോട് ഈ സത്യം തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. ആ രഹസ്യം അറിയാമായിരുന്ന ഒരേ ഒരാളായ ജിമ്മിൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഓർമ്മയിലിരിക്കുകയാണ് ഈദിനങ്ങോട്ടേക്ക് കയറി വരുന്നത്. ജൂലിയും വീട്ടിലേക്ക് തിരിച്ചു വന്നെന്ന് അറിയിച്ച് അങ്ങനെ അവർ താഴേക്ക് വന്ന് സെറ്റിൽമെൻറ്റിൽ വെച്ച് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ ഈദിനുമൊത്ത് അറിയിക്കുന്നു. ഭീകരപ്പാവകൾ വന്നതും അതിനെ തബീത്ത അവിടെയുള്ള കോലം വെച്ച് കുത്തി നശിപ്പിച്ചതായും ഈദൻ പറഞ്ഞപ്പോൾ ജൂലി ചോദിച്ചത് അതിനെ കൊല്ലാൻ എങ്ങനെ അറിയാമായിരുന്നു എന്നാണ്. തബീത്ത വലിയ വളച്ചുകെട്ടലൊന്നുമില്ലാതെ പറയാൻ തുടങ്ങി തൻ്റെ പുനർജന്മത്തെക്കുറിച്ച്. ഈ ടൗൺഷിപ്പിൽ ഇതിനു മുമ്പേ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള പല താമസക്കാരുടെയും പുനർജന്മമാണ് താനെന്നും അതിലൊരാളാണ് വിക്ടറിൻ്റെ അമ്മയായ മിറണ്ടയെന്നും അവൾ അവരോട് പറഞ്ഞു. ജൂലി ഇതൊക്കെ കേട്ട് വായും തുറന്നിരിക്കുകയാണ്. സ്വാഭാവികം. ഒടുവിൽ ബോയ്ഡ് ഇവരൊഴികെ അവിടെയുള്ള എല്ലാ താമസക്കാരെയും വിളിച്ചു കൂട്ടി കാര്യം അവതരിപ്പിക്കുകയാണ്. പുനർജന്മ സിദ്ധാന്തം കേട്ട് എല്ലാവരും അമ്പരം നിൽക്കെ ബാക്ടറിയുടെ വളരെ ന്യായമായൊരു സംശയം, അത് നമ്മളീ പലർക്കും തോന്നിയ ഡൗട്ടും കൂടാണ്. അതായത് ജെയ്ഡും തബീത്തയും ഇവിടെ ഉണ്ടായിരുന്നവരുടെ റീഇൻകാർണേഷൻ ആണെങ്കിൽ തങ്ങളെല്ലാവരും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നവരുടെ പുനർജന്മങ്ങളാണോ? അങ്ങനെ ഒരിക്കലും ആകാൻ വഴിയില്ല എന്ന് ജെയ്ഡ് മറുപടി നൽകി. തങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മറ്റുള്ളവർക്കും ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ജെയ്ഡ് അങ്ങനെ പറഞ്ഞതെന്ന് സത്യം. അങ്ങനെയെങ്കിൽ പഴയ താമസക്കാരുടെ പുനർജന്മങ്ങളെ വന്നവരാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന് റാൻഡലിന് മനസ്സിലായി. പിന്നെ ഇവിടെയുള്ള തന്നെ പോലുള്ള ബാക്കി ആളുകൾ എന്ത് നാശത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് റാൻഡലിൻ്റെ മുരടൻ ചോദ്യം കേട്ട് ജെയ്ഡ് തൻ്റെ ചിന്തകൾ പങ്കുവച്ചു.
ബലി നടത്തിയ ആൺകുട്ടികൾ തൻ്റെയും തബീതയുടെ മുന്നിലായി പലയിടത്തും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാനായിട്ട്. അതും പല പല വർഷങ്ങളായി പല പല മുൻ ജന്മങ്ങളുടെ മുന്നിൽ പോലും. ആ കരച്ചിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ ജെയ്ഡിനെ സംബന്ധിച്ച് പുനർജന്മം അല്ലാത്തവർ ചിലപ്പോൾ ആൺകുട്ടികളെ കണ്ടാൽ തന്നെയും അവർക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ടണൽസിലുള്ള ആ കല്ലറയിലെ കുട്ടികളുടെ അസ്ഥി എടുക്കാനും ഈ ലൂപ്പ് അവസാനിപ്പിക്കാനുമുള്ള പ്ലാനിൽ ഇവർ സഹായകമാവുമെന്നാണ് അവൻ്റെ വിശ്വാസം. എന്നാൽ നമ്മുടെ ക്രിസ്റ്റിക്ക് ഈ ചർച്ചകൾ തികച്ചും അർത്ഥശൂന്യവും സമയനഷ്ടവുമായാണ് തോന്നിയത്. കാരണം ജെയ്ഡ് കഴിച്ച മഷ്റൂം കാരണമുണ്ടായ വെറും ഒരു തോന്നലിൻ്റെയും ഭ്രമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എന്ന് അവൾ വിശ്വസിച്ചു. ബോയ്ഡ് ക്രിസ്റ്റിയുടെ വാദത്തെ ശക്തമായി എതിർത്തു. ബേസ്മെൻറ്റിൽ പുതിയ കണ്ടെത്തിയ ആ വാതിലാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് ബോയ്ഡ് ചൂണ്ടിക്കാണിച്ചു. തീർച്ചയായും ബോയ്ഡും ക്രിസ്റ്റിയെ പോലെ തന്നെ ആദ്യം ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ ഒരാൾ തന്നെയാണ്. പക്ഷേ ആ വാതിൽ കണ്ടെത്തിയപ്പോഴേക്കും തോന്നുന്നത് ഈ ടൗൺഷിപ്പിൽ വെച്ച് മഷ്റൂം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഭ്രമങ്ങൾ സാധാരണ പുറത്തു വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒന്നല്ല. മറിച്ച് ഈ ടൗണിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും തുറക്കുന്ന ഒരു വലിയ ജാലകമാണത്. ക്രിസ്റ്റിയെ പോലെ തന്നെ മരിയലും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സ്ഥലം മനസ്സ് പൊക്കാറാക്കാൻ കാണിച്ചു തരുന്ന മറ്റ് ഭ്രാന്തമായ കാര്യങ്ങളെപ്പോലെ തന്നെ വിചിത്രമാണ് ഇതുമെന്ന് അവളും വിശ്വസിക്കുന്നു. മരിയൽ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം എന്ന് ബോയ്ഡ് സമ്മതിച്ചെങ്കിലും ജിമ്മിൻ്റെ മരണം നൽകിയ വലിയൊരു സൂചനയുണ്ട്. അറിവിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. നോളജ് കംസ് അറ്റ് എ കോസ്റ്റ് എന്ന കളപ്പുരയിലെ സന്ദേശം നൽകുന്ന ആ ഒരു സൂചന വേറൊന്നാണ്. അതായത് അവർ ഈ ടൗൺഷിപ്പിൻ്റെ രഹസ്യം കണ്ടെത്തുന്നതിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇതിൻ്റെ പിന്നിലുള്ള സാന്നിധ്യം അതെന്തു തന്നെയാണെങ്കിലും ഈ പുരോഗതി കണ്ടിട്ട് ഭയപ്പെടുന്നുണ്ടെന്ന് ബോയ്ഡ് ഉറപ്പിച്ചു പറഞ്ഞു. താബീത്തയും ജെയ്ഡും വലിയൊരു സത്യം കണ്ടുപിടിച്ചതിന് പിന്നാലെയാണ് ജിം മരണപ്പെട്ടത്. എന്നിട്ട് ഇങ്ങനൊരു താക്കീത് കൂടി നൽകി നമ്മെ ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തങ്ങളുടെ എതിരായി നിൽക്കുന്ന ശത്രുവും ഭയപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് അവരിപ്പോൾ പോകുന്ന ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്നും ആൺകുട്ടികളുടെ അസ്ഥികൾ കണ്ടുപിടിച്ച് അത് പൂർണ്ണമായി നശിപ്പിക്കണമെന്നും അത് തങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സ്വാതന്ത്ര്യം നേടിത്തരുമെന്നുള്ള രീതിയിൽ ബോയ്ഡ് സംസാരിച്ച് നിൽക്കെ ഹെൻറി അവിടേക്ക് കയറി വന്നു. ബോയ്ഡിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും സത്യമല്ല, താബീത്തെക്കുറിച്ചും മിറനെക്കുറിച്ചും പറഞ്ഞൊന്നും ആരും വിശ്വസിക്കരുതെന്ന് മദ്യലഹരി പുലമ്പി അവിടുന്ന് സങ്കടപ്പെട്ടിറങ്ങിപ്പോയി. സോഫിയ കളി ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. ബോയ്ഡ് ഹെൻറിയുടെ പിന്നാലെ പോകാൻ ശ്രമിച്ചെങ്കിലും ജെയ്ഡ് അയാളെ തടഞ്ഞിട്ട് താൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞു പോയി. നിർഭാഗ്യവശാൽ ജെയ്ഡ് എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹെൻറി ആ പുനർജന്മ സിദ്ധാന്തം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഹെൻറിയെ അയാളുടെ പാട്ടിന് വിടാനും നിലവിലെ മാനസികാവസ്ഥയിൽ കൂടുതൽ നിർബന്ധിക്കാതിരിക്കാനും ബോയ്ഡ് ജെയ്ഡിനോട് നിർദ്ദേശിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന എല്ലിസിനെ ആരും കാണാതെ പോകരുത് കേട്ടോ. ചുമ്മാ. അങ്ങനെ ആ രാത്രിയും മാഞ്ഞുപോയി. 1000 കിനാക്കളും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങളും നാശം പിടിച്ച ടോണുമായുള്ള കണക്ഷനുമെല്ലാം പറഞ്ഞ് ജോലിക്കും പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. അവൾ പുറത്തേക്ക് പോയി കയ്യിലുള്ള കഞ്ചാവ് ബീഡി പൊടി തട്ടിയെടുത്ത് വലിക്കാൻ തുടങ്ങി. മണം പിടിച്ച് തബീത്ത അവിടേക്ക് എത്തി റിലാക്സ് ആക്കാൻ ശ്രമിക്കുന്നു. ബോയ്ഡും ജെയ്ഡും മറ്റുള്ളവരെ കൂടി ഈ കാര്യം അറിയിച്ചതായും ഇവിടുന്ന് രക്ഷപ്പെടാൻ അതെന്തെങ്കിലും ഗുണം ചെയ്യുമെന്നും കേൾക്കുന്നതും ജൂലിക്ക് ദേഷ്യം. ഇപ്പോൾ എങ്ങു നിന്ന് ഉയർന്നു വന്ന പുനർജന്മ ചർച്ചയുടെ ഭാഗമായി ജൂലി തബീത്തയോട് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഒരു പുതിയ തിയറി അവർക്ക് എങ്ങനെയെങ്കിലും സഹായമാകും എന്ന് വിശ്വസിക്കുന്നത് തബീത്തയെ കൂടുതൽ നിരാശയിലേക്ക് മാത്രമേ തള്ളിവിട്ടുള്ളൂ. കാരണം ഈ ടൗൺഷിപ്പിൻ്റെ ഒരു ഭാഗം പോലും ഇവിടെ കുടുങ്ങി കിടക്കുന്ന തടവുകാരെ സഹായിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതല്ല എന്ന് ജൂലി ഉറച്ചു വിശ്വസിക്കുന്നു. ഓൾറെഡി അനുഭവമുള്ളവളാണ് അവൾ സ്റ്റോറി വാക്കിംഗ് ഫെയിലിയറിലൂടെ. എന്നാൽ തബീത്തയ്ക്ക് ഇതിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ ഒരു വെളിപാട് ഈ നരതുല്യമായ സ്ഥലത്ത് നിന്നും പുറത്തിടക്കാൻ തങ്ങളെ സഹായിക്കുമെന്ന് അവൾക്ക് വലിയ ഉറപ്പുണ്ട്. ഉറപ്പില്ലെങ്കിൽ തീർച്ചയായും ഇത് പറയില്ലായിരുന്നു. തബീത്തയ്ക്കും ജെയ്ഡിനും ഇക്കാര്യത്തിൽ അത്രയധികം ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ ഈ വിവരങ്ങൾ മറ്റു താമസക്കാരുമായി അവരെ പങ്കുവയ്ക്കാൻ തയ്യാറായത്. എന്നാലും ജൂലിക്ക് ഇതെല്ലാം തികച്ചും അസംബന്ധമായാണ് തോന്നുന്നത്. ഇതിനിടയ്ക്കാണ് ഈദൻ അവിടേക്ക് വന്നിട്ട് അമ്മേ വിക്ടറിൻ്റെ ചേട്ടനാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ തബീത്ത മിറൻ്റെയാണേ അപ്പോൾ വിക്ടർ തൻ്റെ ബ്രദറല്ലേ എന്നാണ് അവൻ്റെ സംശയം. ഇതൊക്കെ കേട്ട് ജൂലി എല്ലാം വെറുതെ ആണെന്നും തബീത്ത പറഞ്ഞത് സത്യമല്ലെന്നും പറഞ്ഞ് കഞ്ചാവ് അടിക്കാൻ അവിടുന്ന് മാറിപ്പോവുകയാണ്. തബീത്തയ്ക്ക് ആശങ്കയുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യാൻ പോലുള്ളെന്ന് ജൂലി ഉറപ്പ് കൊടുത്ത് പോകുന്നതും ഈദൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ദാണ്ട് ചേട്ടായി അല്ല വിക്ടർ അവിടേക്ക് വന്ന് നിൽക്കുന്നു. അവന് ജങ്ക്യാർഡിലേക്ക് പോകണം. അവിടെയാണ് ഉപേക്ഷിക്കപ്പെട്ട എല്ലാ കാറുകളും കിടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാനിനിയല്ലോ ഈ ടൗൺഷിപ്പിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച ആ കാർ നേരിട്ട് പരിശോധിക്കാൻ പോകുന്നത് വലിയ പേടിപ്പെടുത്തുന്ന ടാസ്ക് ആയതുകൊണ്ട് തന്നെ വിക്ടറിന് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അവന് ചോദിക്കാൻ തോന്നുന്നത് ഇപ്പോൾ തബീത്തയുടെ മീതനോടുമാണ്. അങ്ങനെ ജൂലി പിണങ്ങിപ്പോയതിൻ്റെ വിഷമത്തിൽ ഇരുവരും വിക്ടറിൻ്റെ സഹായാഭ്യർത്ഥന മാനിച്ച് അവനോടൊപ്പം പോകുമ്പോൾ ടണൽസിലേക്ക് പോയി ആ ഭീകരജീവികളുടെ ആക്രമണത്തിൽപ്പെട്ട് ശരീരം പിച്ചു ചീന്തപ്പെടാതെ എങ്ങനെ സുരക്ഷിതമായി ആൺകുട്ടികൾ അസ്ഥികളും കളക്ട് ചെയ്തുകൊണ്ട് പുറത്തു കിടക്കാം എന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി ആരൊക്കെ നിലവിൽ ആ ടണലിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന 3 പേരെ കൂടാതെ, അതായത് കെന്നിയും ജെയ്ഡിനെയും ബോയ്ഡിനെയും കൂടാതെ വിക്ടറും തബീത്തയും ടണലിലേക്ക് പോയിട്ടുണ്ട്. അന്ന് വീട് തകർന്നൊരു സമയത്ത്. നമുക്കറിയാം ഹെൻറിയും ഒരിക്കൽ വിക്ടറോടൊപ്പം ഈ ടണലിലേക്ക് പോയതാണ്. അത് പക്ഷേ ഇവർക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും ഇവരെല്ലാം നടത്തിയ തുരങ്ക യാത്രയിൽ നിന്നും ലഭിച്ച വിവരങ്ങളെല്ലാം ശേഖരിച്ച്
ആ സ്ഥലത്തിൻ്റെ ഒരു കൃത്യമായ മാപ്പ് അല്ലെങ്കിൽ ലേ ഔട്ട് തയ്യാറാക്കാൻ ബോയ്ഡ് ജെയ്ഡിനോട് ആവശ്യപ്പെടുന്നു. അതുവഴി അവർക്ക് അവിടെയുള്ള ഓരോ പ്രവേശന കവാടങ്ങളെക്കുറിച്ചും പുറത്തേക്കുള്ള വഴികളെക്കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കും. എവിടെയൊക്കെ എൻട്രി ഉണ്ട്, എവിടെയൊക്കെ എക്സിറ്റ് ഉണ്ട് എന്നറിഞ്ഞാൽ ഒരാപത്ത് സമയത്ത് അത് പ്രയോജനം ചെയ്യും. മാത്രമല്ല ഇക്കാര്യത്തിൽ റാൻഡലുമായി കൂടിയും സംസാരിച്ച് അവൻ്റെ അഭിപ്രായം അറിയാൻ ബോയ്ഡ് ജെയ്ഡിനോട് പറയുന്നുണ്ട്. കാരണം രാത്രി മുഴുവൻ ആ ബസ്സിലിരുന്ന് സിനിമ കാണുന്ന പോലെ ഭീകരജീവികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് കൊണ്ട് അവയുടെ സഞ്ചാരപാതകളെക്കുറിച്ചും സ്വഭാവ രീതിയെക്കുറിച്ചും മറ്റാരെക്കാളും കൂടുതൽ അറിവുള്ളത് അവനാണ്. ഇത് ബോയ്ഡിന് നല്ലോണം അറിയാം. കാരണം മുന്നൊരിക്കൽ ബസ്സിൽ അവനുമൊത്ത് ആ രാത്രി കഴിഞ്ഞ സമയമില്ലേ, തബീത്ത വീണ്ടും ആംബുലൻസിലായി അവിടേക്ക് എത്തിയ രാത്രി, അന്ന് അവൻ സൂചിപ്പിച്ചിരുന്നു മോൺസ്റ്റേഴ്സ് എപ്പോഴും വരാനുള്ള സമയം അതിക്രമിച്ചിരുന്നുവെന്നും ഈ സമയത്ത് ഏതൊക്കെ മോൺസ്റ്റർ എവിടേക്ക് നിൽക്കേണ്ടതാണെന്ന് അവൻ കൃത്യമായി പറയുകയും ചെയ്തതാണ്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് കെന്നി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും ആരോടൊക്കെ ചോദിച്ചാലും ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. തങ്ങൾ ഈ ടൗൺഷിപ്പിനെ തോൽപ്പിക്കാൻ എത്രത്തോളം കഠിനമായി ശ്രമിക്കുന്നുവോ അത്രത്തോളം ശക്തമായി ടൗൺഷിപ്പ് അവരെ കൂടുതൽ അടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ട് പുഷ് ചെയ്താൽ ഇങ്ങോട്ട് അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ചു തള്ളും. അങ്ങനെ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോയ്ഡിൻ്റെ കൈകൾക്ക് വിറയലുള്ളതായി ജെയ്ഡ് ശ്രദ്ധിക്കുന്നു. സീസൺ 3 കണ്ട പാർക്കിൻസൺസ് ലക്ഷണത്തെക്കാൾ കുറച്ച് കൂടുതലാണിപ്പോൾ. ഷെരീഫാകട്ടെ എന്നാൽ തൽക്കാലം അതൊന്നും കാര്യമാക്കേണ്ടതും എത്രയും വേഗം തങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജെയ്ഡിനെ സെറ്റാക്കുന്നു. കാരണം ഇപ്പോൾ താമസക്കാർക്ക് മുമ്പിൽ ഇത്രയധികം വിവരങ്ങൾ വിളമ്പി വെച്ചിട്ട് അവരെ കൂടുതൽ നേരം ഇരുട്ടിൽ നിർത്തുന്നത് ശരിയല്ല. ഞെട്ടിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കേട്ടിട്ട് ഇനി ആരെങ്കിലും മെൻ്റലായിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞുള്ള ബോയ്ഡിൻ്റെ അടുത്ത സ്റ്റോപ്പ് കോളനി ഹൗസിന് പുറത്തെ ഒരു വലിയ പാറപ്പുറത്ത് എന്ത് രസം എന്ന പോലെ ഇരിക്കുന്ന അക്കോസ്റ്റിക് അടുത്തേക്കാണ്. അവളാകട്ടെ നമ്മൾ പണ്ട് സിംഗത്തെയും പുലിനെയൊക്കെ കാണുന്ന പോലത്തെ ആ ക്യാമറ കളിപ്പടം വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. സ്റ്റോറേജ് റൂമിൽ നിന്ന് കിട്ടിയതാണ്. കഴിഞ്ഞ രാത്രിയിലെ പുനർജന്മ ചർച്ചയെക്കുറിച്ച് ഇനിയും അക്കോസ്റ്റിക് ദഹിച്ചിട്ടില്ല. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് എന്ന സംസാരം തുടങ്ങുന്നതും ബോയ്ഡ് ആ വിഷയം മാറ്റിവെച്ചിട്ട് അക്കോസ്റ്റയോട് സ്റ്റോറേജ് ഷെഡിൽ തിരിച്ച് തുടരാൻ ആവശ്യപ്പെടുന്നു. അവൾക്കിത് കേട്ട് ദേഷ്യമാണ്, ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ തന്നെ തെളിവെടുത്തത്. എന്നാൽ ഇത്തവണ അങ്ങനെ അക്കോസ്റ്റ മാത്രമല്ല ഒരു ഗ്രൂപ്പായി ചേർന്ന് തന്നെ തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെടുവാണ്. 2 പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു സംഘം കോളനി ഹൗസിൻ്റെ ബേസ്മെൻറ്റിലേക്കും മറ്റൊന്ന് ഡൈനറിലേക്കും പോകണം. അവിടെയും ഇതുപോലെ കുറേ വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മാൻ ഇൻ യെല്ലോ സ്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും സൂചനകൾ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. അക്കോസ്റ്റയ്ക്ക് ഈ മാൻ ഇൻ യെല്ലോ എന്താണെന്ന് പോലും അറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് ശുദ്ധ അസംബന്ധമായി തോന്നിയെങ്കിലും ബോയ്ഡ് പറഞ്ഞുകൊണ്ട് മാത്രം അവൾക്കതനുസരിക്കേണ്ടി വന്നു. നമുക്ക് മുന്നിൽ എന്ത് മരണമാണ് കാത്തിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഇയാളെക്കുറിച്ച് അറിഞ്ഞേ തീരുള്ളൂ എന്ന സംസാരത്തിൽ വിക്ടറിൻ്റെ കുട്ടിക്കാലത്താണ് ആ മഞ്ഞ മനുഷ്യൻ എത്തിയിട്ടുള്ളതെന്നുള്ള ക്ലൂ വെച്ചിട്ട് അക്കോസ്റ്റ പുതിയ മിഷനിലേക്ക് പോകുന്നു. മോളെ സോഫി, നീ തീർന്നടി, നീ തീർന്ന്. അക്കോസ്റ്റ നിന്നെ തീർക്കും. പോകുന്നതിന് മുന്നേ ആ കളിപ്പാട്ടം വ്യൂ മാസ്റ്റർ ബോയ്ഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു ചെറിയ ആശ്വാസം ലഭിക്കാനെന്ന പോലെ മുകളിലേക്ക് പോയി ഡോണയുടെ മുറിക്ക് മുന്നിലിരുന്ന് ചുമ്മാ നോക്കുന്നു. ജെയ്ഡ് അസ്ഥിയുടെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ച പിരമിഡും അതൊഴുക്കാൻ പറ്റിയ സ്വിറ്റ്സർലൻഡിലെ ഓസ്റ്റിനിയൻ തടാകവും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും. എൻ്റെ ശിവനെ, എന്തോന്നിത്! ഇത് വലിയ ഞെട്ടലാണ് ബോയ്ഡിന്. ചെറുപ്പമായിരുന്ന കാലത്ത് പുള്ളി ആബിയും ഒന്നിച്ചുള്ള പഴയൊരു ഫോട്ടോ ഒന്ന് തരിച്ചു നിന്ന ശേഷം ഒന്നുകൂടി നോക്കുമ്പോൾ ആ ഫോട്ടോ അതിലില്ല. അപ്പോൾ മറ്റൊരു തോന്നലാണ്, ടൗണിൻ്റെ ഒരു ഇല്യൂഷനാണ്. പക്ഷേ ബോയ്ഡിൻ്റെയും ആബിയുടെയും അത്രയും പഴയൊരു ഫോട്ടോ എങ്ങനെ ഈ ടൗൺഷിപ്പിൽ ലഭിച്ചു? അവരിവിടേക്ക് വരുമ്പോൾ ആ ഫോട്ടോ കൈവശം വെച്ചിരുന്നോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ടൗൺഷിപ്പിന് അത് കൃത്യമായി പുനർസൃഷ്ടിക്കാൻ സാധിച്ചത്? ഒരുപക്ഷെ ഈ വ്യൂ മാസ്റ്റർ യഥാർത്ഥ ലോകത്തേക്കുള്ള എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് പിന്നീട് മാത്രമേ ലഭിക്കുകയുള്ളൂ. തൽക്കാലത്തേക്ക് ബോയ്ഡ് ആ വ്യൂ മാസ്റ്റർ മാറ്റിവെച്ചിട്ട് ഡോണയെ കണ്ടിറങ്ങുന്ന ക്രിസ്റ്റിയുമായി സംസാരിക്കുന്നു. ഡോണയുടെ സ്ഥിതിഗതികൾ പറഞ്ഞ് പെട്ടെന്ന് പോകാൻ നിൽക്കുന്ന കണ്ട് ബോയ്ഡ് തിരക്കുമ്പോഴാണ് പുനർജന്മത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ മുന്നേ തന്നെ കണ്ടെത്തിയിട്ടും തന്നോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അവളുടെ നീരസം പ്രകടിപ്പിക്കുന്നത്. അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കി ക്രിസ്റ്റിയെ ശാന്തിയാക്കിയ ശേഷം ഡോണയെ കാണാൻ ഉള്ളിലേക്ക് കയറുന്നു. പോകുന്നതിന് മുമ്പ് ബോയ്ഡിൻ്റെ പാർക്കിൻസൺസിൻ്റെ അലട്ടലും മെൻ്റൽ ഹെൽത്തും തിരക്കി ക്ലിനിക്കിൽ വന്നൊരു ചെക്കപ്പ് നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി പോകുന്നത്. ഡോണയ്ക്ക് പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചും മരിച്ച കുട്ടികളുടെ അസ്ഥികളെക്കുറിച്ചും ബേസ്മെൻറ്റിൽ പുതിയ കണ്ടുപിടിച്ച വാതിലിനെക്കുറിച്ചുമെല്ലാം മറ്റു താമസക്കാരോട് പറഞ്ഞ ബോയ്ഡിൻ്റെ ആ തീരുമാനത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു എന്നവരുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാണ്. ഒന്നുകിലെ മാനസികമായി തകിടം പറഞ്ഞിരിക്കുന്നവരുടെ തലയിലേക്ക് വീണ്ടും നൂലാമാലകൾ ഇട്ടുകൊടുക്കുകയല്ല ചെയ്തത്. പക്ഷെ എന്തു ചെയ്യാം, ബോയ്ഡിന് വേറൊരു ഓപ്ഷൻ ഇല്ല. തുടർന്നവർ റോജറിൻ്റെ ശവസംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനിയും അത് അടക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ ഡോൺ ആകുലതപ്പെടുമ്പോൾ അവിടുത്തെ മറ്റൊരു പ്രശ്നം ഷെരീഫ് അറിയിക്കുന്നു. ഇനി പുതിയ സ്ഥലം കണ്ടെത്തണം. സെമിത്തേരിയിൽ ഇപ്പോൾ തന്നെ ജിമ്മിൻ്റെയും പാസ്റ്ററേയും ബോഡി അടക്കം ചെയ്തത് നല്ലോണം പാടുവിട്ടാണ്. ശ്മശാനത്തിന് ഇനി പുതിയൊരു സ്ഥലം കണ്ടെത്തണമെന്നും അധികം വൈകാതെ തന്നെ റോജറിനെ സമാധാനത്തിലേക്ക് വിശ്രമിക്കാൻ വിടാമെന്നും ഉറപ്പ് നൽകിയിട്ട് പിന്നെ സെറ്റിൽമെൻറ്റിൽ നിന്നും അവർ കൊണ്ടുവന്ന ടോട്ടംസിനെ കുറിച്ചായി സംസാരം. ജീവൻ വെച്ച ആ പാവകളിലൊന്നിനെ തബീത്ത കൊല്ലാൻ ഉപയോഗിച്ച അതേ ടോട്ടം ഉപയോഗിച്ച്
ഇവിടെ രാത്രി ഇറങ്ങി നടപ്പുള്ള മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ സാധിക്കുമോ എന്ന് പരീക്ഷണം നടത്താൻ പോവുകയാണ് ബോയ്ഡ്. അതും ഇന്ന് രാത്രി. എന്തെങ്കിലുമൊക്കെ നടക്കും. ഇത് കേട്ട ഡോൺ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ അത് വെച്ചിട്ട് ആ രാക്ഷസ ജീവികൾ ഒന്നിനെ കൊന്നാൽ പോലും എന്താണ് പ്രയോജനം? എന്തിനാടാ കൊന്നിട്ട്? അത് വീണ്ടും ജീവിച്ച് വരുത്തല്ലേ ഉള്ളൂ. മുമ്പ് സ്മൈലി രാക്ഷസൻ ഫാത്തിമേലിയുടെ കുട്ടിയായി പുനർജനിച്ചത് അവളുടെ മാനസികാവസ്ഥ തന്നെ മാറ്റിമറിച്ചു. ഇനിയും ഇതുപോലെ മറ്റുള്ളവരെ കൂടി ഇതേ അവസ്ഥയിലൂടെ കൊണ്ടുപോകാനാണോ എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സാധ്യതയെക്കുറിച്ച് ബോയ്ഡിന് നന്നായി അറിയാം. എങ്കിലും ആ ടോട്ടം വെച്ച് അവറ്റകളെ നേരിടാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തി നോക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ദൗത്യത്തിന് ഒരു അടിയുറപ്പുണ്ടാവുകയുള്ളൂ. അങ്ങനെ ബോയ്ഡ് ആ ഒരു ടോട്ടവുമായി കോളനി ഹൗസ് ഏരിയയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സോഫിയ ശ്രദ്ധിക്കുന്നുണ്ട്. അവളിൽ എന്തോ ഒരു ടെൻഷനും കാണാം. ആ ഏരിയയിലേക്ക് നോക്കിയ നേരം അക്കോസ്റ്റിൽ നിന്ന് ടീം തിരിക്കുകയാണ്. എൽജിനും കുറിച്ചവരും കൂടി ഡൈനറിലെ സ്റ്റോറേജിലേക്കും അക്കോസ്റ്റിയും മറ്റു ചിലരും കൂടി കോളനി ഹൗസിലെ ആ ബേസ്മെൻറ്റിൽ സെർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോയ്ഡ് ആ കോലോമ എത്തുന്നത് പുത്രനടുക്കലേക്കാണ്. എല്ലിസുമത്ത് തബീത്തയുടെ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ബോയ്ഡിൻ്റെ പ്ലാൻ സിമ്പിൾ. രാത്രി മോൺസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ അവർക്കെല്ലാവർക്കും സ്ഥിരമൊരു റൂട്ടുണ്ട്. റാണ്ടൽ പറഞ്ഞ പോലെ അങ്ങനെ നടക്കുന്നവരിൽ നിന്ന് ഒരു മോൺസ്റ്ററെ വളഞ്ഞിട്ട് പിടികൂടണം. എന്നിട്ട് ഈ കോലം വെച്ച് കുത്തിയിട്ട് ഒട്ടും സമയം കളയാതെ നേരെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഓടിക്കയറണം. അഥവാ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വേറെ മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് ഓടിക്കയറാനായിട്ട് അവർ വാതിൽ തുറന്നു തരികയും ചെയ്യും. കൊന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ രാക്ഷസന്മാരെ ആവശ്യമാക്കാനെങ്കിലും കഴിഞ്ഞാൽ ടണലിലേക്ക് പോകാനുള്ള ധൈര്യത്തിന് ഒരു ശക്തി വരും. അങ്ങനെ എലീസിനോട് ഈ പ്ലാനൊക്കെ പറയുന്നെങ്കിലും തീർച്ചയായും ബോയ്ഡാണ് രാത്രി ടോട്ടോമായി ഇറങ്ങാൻ പോകുന്നത്. എലീസ് അവിടെ സ്റ്റെപ്പിനി ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ചിന്തയുമായി നേരെ ഷെരീഫ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുമ്പോഴാണ് സോഫിയ, ആൾ പിന്നെ കണ്ടിരുന്നില്ലേ, കോലം എടുത്തുകൊണ്ടിറങ്ങിയത്. ഇനി അത് വെച്ചിട്ട് എന്താണ് പ്ലാൻ എന്നറിയാൻ വേണ്ടി ബോയ്ഡിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാണ്. ഇതിനിടയ്ക്ക് സോഫിയയുടെ ബ്ലഡ് ചെന്നോടെ ഹെൻറിയിൽ മാരകമായ ചില അലട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്. തബീത്ത വിക്ടറുമൊത്ത് കാറുകളുടെ ശവപ്പറമ്പിലേക്ക് പോയിരിക്കുന്ന ടൈമിൽ ഹെൻറി അങ്ങോട്ടേക്ക് അവളുമായി സംസാരിക്കാൻ വരുന്നു. എന്നാൽ ആരുമില്ലെന്ന് കണ്ട് അവിടെ വിക്ടറിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ക്രയോൺ ഡ്രോയിങ് എടുത്ത് നോക്കി നിൽക്കേ പെട്ടെന്ന് എങ്ങു നിന്നോ ബീപ് ശബ്ദം. നോക്കുമ്പോഴോ അയാൾ ഒരു ആശുപത്രി കിടക്കൽ കിടക്കുന്നത് പോലെ, അതും ശരീരത്തിൽ ഡ്രിപ്പ് ഘടിപ്പിച്ചിട്ടുള്ളതായും ഒപ്പം ഒരു EKG മെഷീൻ തന്നിൽ ഘടിപ്പിച്ച് അത് പ്രവർത്തിക്കുന്ന പോലെയൊക്കെയുള്ളൊരു ഹാലുസിനേഷൻ. പെട്ടെന്ന് തന്നെ ആ ഭ്രമം മാറുന്നെങ്കിലും ഹെൻറി വല്ലാതെ ഭയപ്പെടുകയും മാനസികമായി തളരുകയും ചെയ്യുന്നു. സോഫിയുടെ ഇൻഫ്ലുവൻസ് ആണത്. മുന്നേ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ താൻ യഥാർത്ഥത്തിൽ ആശുപത്രിയിലാണ് എന്നൊരു തോന്നൽ വരാൻ തുടങ്ങിയിരിക്കുന്നു ഹെൻറിക്ക്. ഈ സോഫിയുടെ മുന്നത്തേരായ മരിയലിൻ്റെ കാര്യം നോക്കിയാൽ അവളിപ്പോൾ കോളനി ഹൗസിലെ ഷെഡിലാണ്, റോജറിൻ്റെ മൃതദേഹത്തിനരികെ. തിരക്കെത്തുന്ന ക്രിസ്റ്റിയിൽ നിന്നും റോജർ ഒരു ഗാർഡനറാണെന്ന് അറിഞ്ഞ ശേഷം മരിയൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവളുടെ പേരൻസ് വിശ്വസിച്ചിരുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ല, മറിച്ച് മറ്റൊരു പ്രത്യേക ലോകത്തിലേക്കാണ് എത്തുന്നത്. എന്നാൽ റോജറിൻ്റെ ആത്മാവ് എവിടേക്കും പോകാൻ കഴിയാതെ ഇവിടെ തന്നെ തങ്ങിക്കിടക്കുകയാണെന്ന് അവൾ വിശ്വസിക്കുന്നു. മരണം ഈ ടൗണിൽ നിന്നുള്ള രക്ഷപ്പെടലല്ലെന്ന് അവൾ മുന്നേ പറഞ്ഞതാണ്. മരിച്ചവരുടെ ആത്മാക്കളാണ് ഇവിടെ തന്നെ ട്രാപ്ഡായി കിടന്ന് അലറുന്നത് എന്നാണ് മരിയൽ വിശ്വസിക്കുന്നത്. അക്കൂട്ടത്തിലിപ്പോൾ റോജറുടെ ആത്മാവും പുതുതായി വന്നെന്ന് പറയുമ്പോൾ മരിയലിൻ്റെ നിരാശാബോധമില്ല, മറിച്ച് ടണലിൽ ആസ്തികളുണ്ടെന്ന് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സഹായിക്കുക തന്നെ വേണം എന്ന് ചാർജ് ആവുകയാണ്. ഇനി നമുക്ക് ഈതൻ, താബീത്ത, വിക്ടർ എന്നിവരിലേക്ക് തിരികെ വരാം. അവർ ജങ്ക്യാർഡിലേക്ക് ചെന്ന് മാനിനിയിലോ വന്ന ആ ബ്രൗൺ കാർ കണ്ടെത്തി പരിശോധന തുടങ്ങുന്നു. ഡിക്കി തുറന്നു നോക്കുമ്പോൾ കാലിയാണ്. ഈ ഒരു സമയത്ത് കുറച്ചപ്പുറത്ത് മാറി മറ്റൊരു കാർ കിടക്കുന്നുണ്ട്. തബീത്തയുടെ കണ്ണുടക്കുന്നു. അത് മിറാണ്ട പണ്ട് ഓടിച്ചു വന്ന കാറാണ്. അവളും ഈതനും ആ കാറിനടുത്തേക്ക് പോകുമ്പോൾ വിക്ടർ ഈ കാറിൻ്റെ ഉള്ളിലെ ഡാഷ്ബോർഡിലായി ഒരു സഞ്ചി കണ്ട് അത് പേടിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോഴോ അതിൽ നിറയെ പല്ലുകൾ. മുമ്പ് സോഫിയ പാസ്റ്ററുടെ പല്ല് ഒരു ഓർമ്മയ്ക്കായി പറിച്ചെടുത്ത് നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെ തന്നെ താൻ ഇരയാക്കിയിട്ടുള്ള സകലയുടെയും ഓർമ്മയ്ക്കായി ഇത്തരത്തിൽ പല്ലുകൾ അടർത്തിയെടുക്കുന്നത് മാനിനിലയുടെ ഒരു ശീലമാണെന്നിപ്പോൾ അവിടെ ഉറപ്പായിരിക്കുകയാണ്. ഇന്നേരം മിറാണ്ടയുടെ കാറിനടുത്തേക്ക് എത്തുന്നെങ്കിലും തബീത്ത ഉള്ളിലേക്ക് കയറാൻ തയ്യാറാവുന്നില്ല. അവളങ്ങനെ സ്റ്റിയറിങ്ങിൽ നോക്കി നിൽക്കെ ഒരു വിഷൻ, മറ്റൊരു ഓർമ്മ മിന്നിമറയുന്നു. അത് മിറാണ്ട ആദ്യമായി ഈ ടൗണിലേക്ക് മരം വീണ് കിടക്കുന്നിടത്തു നിന്നും എത്തുന്ന ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രൊമോ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ശരിയായിരിക്കുവാണ്. തബീത്ത മിറാണ്ടയുടെ കാർ കണ്ടു, അവൾക്കൊരു പുതിയ ഓർമ്മ ജ്ഞാപകം വരികയും ചെയ്തു. സഞ്ചി നിറയെ പല്ല് കണ്ടതോടെ വിക്ടർ ഭയപ്പാടോടെ പോകാമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്താ കണ്ടെത്തിയെന്ന് ചോദിക്കുന്നു. പല്ലിൻ്റെ കാര്യം പറഞ്ഞത് നിന്നിട്ട് അത് ഈദിനെ കാണിക്കാൻ മുതിരുവാണ്. എന്നാൽ താബീത്ത അടയുന്നു. കൊച്ചു പിള്ളേർ ഇതൊക്കെ കാണിച്ചാൽ പേടിക്കില്ലേ എന്ന പോലെ. എന്നാൽ വിക്ടർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊഴിഞ്ഞു പറഞ്ഞ് നിൽക്കുവാണ്. ബോയ്ഡ് പറഞ്ഞതും കൂടി കേട്ടപ്പോഴേ അവനെ ഞെട്ടിക്കുന്ന പുനർജന്മ ലൂപ്പ് ശരിയാണെന്ന് മനസ്സിലാക്കി ഇനി അവിടെ ഉടൻ നടക്കാൻ പോകുന്ന വലിയൊരു കൂട്ടാക്കൊലയ്ക്ക് ഈതനെ മാനസികമായി തറയെടുപ്പിക്കണം എന്ന് പറയാൻ തുടങ്ങി. വിക്ടറിൻ്റെ കണക്കുകൂട്ടൽ ഇപ്രകാരമായിരുന്നു. മിറാണ്ട ഈ ടൗൺഷിപ്പിലേക്ക് വരുമ്പോൾ അവളുടെ കൂടെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അതിലെ ആൺകുട്ടി മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അതെ വിക്ടർ. ഇപ്പോൾ മിറാണ്ടയുടെ പുനർജന്മമായ താബീത്ത ഇങ്ങോട്ട് വന്നിരിക്കുന്നതും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കൊലപാതക പരമ്പരയിൽ നിന്നും
ഈ ആൺകുട്ടി, അതായത് ഈദൻ മാത്രമേ ജീവനോടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്ന് വിക്ടർ വിശ്വസിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തബീത്തയ്ക്കും ഈദനും വലിയൊരു പരിഭ്രാന്തിയാണ്. വിക്ടറിൻ്റെ ഈ പേടിപ്പെടുത്തുന്ന സംസാരം ഈദനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും അവൻ ആ ജങ്ക്യാർഡിൽ നിന്നും വേഗത്തിൽ നടന്നു നീങ്ങുകയും ചെയ്യുന്നു. തബീത്ത ഈ പറഞ്ഞതിനെല്ലാം വിക്ടറിനോട് ദേഷ്യമുണ്ട് ഈദനെ സമാധാനിപ്പിക്കാനായി അവൻ്റെ പിറകെ. എല്ലാം ലൂപ്പ് പോലെ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് വിക്ടറിൻ്റെ ഈ ചിന്ത നോക്കിയാൽ അത് തള്ളിക്കളയാനാവില്ല. എന്നാൽ അവിടെ വലിയൊരു മാറ്റമില്ലേ? മിറാണ്ട ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒപ്പമാണ് വന്നതെന്നത് ശരി തന്നെ. എന്നാൽ താബീത്ത ഇവിടേക്ക് പ്രവേശിച്ചത് അവളുടെ മകൻ, മകൾ, ഒപ്പം ഭർത്താവും എന്നിവരോടൊപ്പമാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാകില്ലേ? അതോ ജിമ്മിൻ്റെ മരണം സംഭവിച്ചതോടെ ആ കണക്കുകൾ തുല്യമായെന്നാണോ? എന്നാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ, അല്ലേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവായി ഒന്ന് ബോധവൽക്കരിക്കുക. കാരണം ഈ സീരീസ് എന്തായാലും നമുക്ക് ഇപ്പോഴൊന്നും ഉത്തരം നൽകാൻ പോകുന്നില്ല. അങ്ങനെ രാത്രി സമയത്ത് രാക്ഷസ ജീവികളിലൊന്നിനെ ഒറ്റയ്ക്ക് വളർന്നിട്ട് ടോട്ടം വെച്ച് എങ്ങനെ കുത്താം എന്നതിനെക്കുറിച്ച് ബോയ്ഡ് മെലിസും ചർച്ച ചെയ്ത് ഈ പ്ലാനിംഗ് എല്ലാം കഴിഞ്ഞ് ബോയ്ഡ് തൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി സോഫിയോടെ ചെന്ന് സംസാരിക്കുന്നു. ആൺകുട്ടി കുട്ടികളുടെ അസ്ഥികൾ കുഴിച്ചെടുക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒന്നല്ലേ എന്ന് സോഫി ചോദിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ റിസ്ക് എടുത്താലേ മതിയാവൂ എന്ന് ബോയ്ഡ് മറുപടി നൽകുകയാണ്. എന്തായാലും മരിക്കും, പിന്നെ എന്തിനാണ് ഈ ഒരു വലിയ അവസരം പാഴാക്കുന്നത് എന്നാണ് ബോയ്ഡിൻ്റെ ചിന്ത. സംസാരത്തിനിടയിൽ ടോട്ടം ഉപയോഗിച്ച് രാക്ഷസ ജീവികളെ കുത്താൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചും ബോയ്ഡ് അവളിലെ ആ അപകടത്തെ അറിയാതെ സോഫിയോട് വെളിപ്പെടുത്തുന്നു. തനിക്ക് വേണ്ട വിവരം കിട്ടി എന്ന് മനസ്സിലാക്കിയ പോലെ സോഫിയ ഉടൻ തന്നെ അവിടെ നിന്നും പോവുകയാണ്. അതെങ്ങോട്ടേക്കാ? കളപ്പുരയിലേക്ക്. അവൾ നേരെ അവിടെയുള്ള കോഴിക്കൂട്ടിൽ പോയി മുട്ട ഓരോന്നിടത്തും മണപ്പിക്കുന്നു. വിത്രയായിട്ട് അവൾ അതിൽ നിന്ന് എന്തോ അവൾക്ക് ഉചിതമെന്ന് മനസ്സിലായി ഒന്ന് മോഷ്ടിക്കുകയാണ്. ഈശ്വര, വല്ല കൂടോത്രത്തിനുമാണോ? നോക്കാം. ഇതൊക്കെ നടക്കുന്ന സമയത്ത് പുണ്യഭവനമായ ബാറിൽ ടണലിൻ്റെ ലേഔട്ട് ഉണ്ടാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് ജെയ്ഡ്. ഒപ്പം കെന്നിയുമുണ്ട്. തലേന്നൊക്കെ പുകയും വന്നുണ്ട്. കാരണം അവനെ ഒന്നും മനസ്സിലാവുന്നില്ല. ടണലിൻ്റെ മാപ്പ് ഒരു പേപ്പറിൽ വരച്ച് കൃത്യമായി പോയിന്റ് ചെയ്യുന്നതല്ലേ അതിൻ്റെ ശരി. ഇതിപ്പോൾ അവിടെയുള്ള കുറേ വയറുകളും ചെസ് പീസും ഒക്കെ വെച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കുവാണല്ലോ. അറിയാലോ, ജെയ്ഡ് ഒരു കിറുക്കനാണ്. ഫാൻസിലൊന്നും തോന്നല്ലേ? കാരണം അത് സത്യമാണ്. അവന് ഈ മാപ്പൊക്കെ പേപ്പറിൽ വരയ്ക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി വ്യക്തമായി വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു പോയിന്റുകളും എടുത്തു നിൽക്കുന്ന ചില ഏരിയാസും ഒക്കെ. ഇതെല്ലാം കണ്ട് കെന്നി ദേഷ്യം പിടിച്ചിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനി ഒന്നും നിർമ്മിക്കാൻ പോവല്ല എന്ന് കളിയാക്കുന്നതിലൂടെ ജെയ്ഡ് അവനോട് ഈ ടൗൺഷിപ്പിൽ കൂടുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവിടെ സംസാരമാവുന്നു. ഇതിനിടയ്ക്കാണ് ഹെൻറി മറ്റേ താബീത്തയുടെ വീട്ടിൽ കണ്ട വിഷൻ്റെ ടെൻഷനിൽ രണ്ടെണ്ണം അടിക്കാനായിട്ട് ബാറിലേക്ക് എത്തുന്നത്. നോക്കുമ്പോൾ കുറേ വയറുകൾ, ആഹാ ടച്ചിങ്സിലുള്ളതായി. നേരെ ചെന്നൊരു കുപ്പി പൊട്ടിക്കുന്നതും ജെയ്ഡ് ഹെൻറിയോട് ചോദിക്കുന്നു, കെന്നി ഇവിടെ വരുന്നതിന് മുമ്പ് എന്താ പരിപാടി എന്നാണ് നിങ്ങൾക്ക് തോന്നണേ? നമുക്കറിയാം, ജിം ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നിർമ്മാണക്കാരനായിരുന്നെങ്കിൽ ജെയ്ഡ് സോഫ്റ്റ്വെയർ കമ്പനി ഉടമയാണ്. അതുപോലെ കെന്നി ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇതോടെ കെന്നിക്കൊരു പുതിയ പേര് വീണിരിക്കുകയാണ്, കോച്ച് കെന്നി. ആഹാ കൊള്ളാം. വൈകാതെ എല്ലീസ് വന്നിട്ട് കെന്നിയെ സംസാരിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ജെയ്ഡിൻ്റെ ചോദ്യം ഹെൻറിയോട്, നിങ്ങൾ എടുത്തു മുന്നേ എന്തായിരുന്നു പരിപാടി? ഹെൻറിയുടെ എപ്പിക് റിപ്ലൈ, ഇതൊക്കെ തന്നെ. സീരിയസ് ആയിട്ടുള്ള സീരീസിൽ ഇത്തരം സ്ട്രെസ് ബസ്റ്ററൊക്കെ നല്ലത് തന്നെ. പിന്നെ കെന്നിയെ വിളിച്ചുകൊണ്ട് പോയത് വേറൊന്നിനുമല്ല, എല്ലീസിനോട് ബോയ്ഡ് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്ന ആ ഡേഞ്ചറസ് പ്ലാനെക്കുറിച്ച് രഹസ്യമായി സംസാരിക്കാനാണ്. അപ്പോൾ ഈ രണ്ടുപേരും എന്തെങ്കിലും പ്രത്യേകം പ്ലാൻ ചെയ്യുന്നുണ്ടാവുമോ? അല്ലേ ജൂലി എങ്കടാ? ആഹാ ചായ പിടിക്കണേ. അക്കോസ്റ്റയുടെ പ്ലാൻ പടി ഡൈനറിലെ സ്റ്റോറേജ് യൂണിലേക്ക് സെർച്ചിനായി കൂട്ടരുമൊത്ത് എത്തുമ്പോൾ എൽജിൻ ജൂലിയെ കണ്ട് സംസാരിക്കാനായി ചെല്ലുന്നുണ്ട്. കാരണം കണ്ടിട്ട് കുറേ ആയില്ലേ. ജൂലി എൽജിനെ അവസാനമായിട്ട് കണ്ടപ്പോഴാ സീസൺ 3 എപ്പിസോഡ് 5 തോന്നുന്നു അല്ലേ? അവൻ ആ പോളറോയിഡ് ക്യാമറ കോളനി ഹൗസിലെ ബേസ്മെൻറ്റിൽ കടത്തുന്ന ആ സമയത്ത്. എന്നായാലും ഇപ്പോൾ അവർക്ക് പരസ്പരം അനുശോചനം രേഖപ്പെടുത്തേണ്ടതുണ്ട്. എൽജിന് അവളുടെ കണ്ണായ പിതാവ് ജിമ്മിൻ്റെ മരണത്തെക്കുറിച്ചും ജൂലിക്ക് അവൻ്റെ കണ്ണിനെക്കുറിച്ചും. താബീത്ത മിറണ്ടയുടെ പുനർജന്മമാണെന്നുള്ള കാര്യങ്ങളെല്ലാം എൽജിന് മറിഞ്ഞെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അവർ പരസ്പരം ചോദിക്കുവാണ്. ജൂലിക്ക് നേരത്തെ പറഞ്ഞില്ലേ, അതേ നിലപാടാണ്. ഇവിടെയുള്ളവരിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നെന്തോ പർപ്പസുള്ള പോലെ ഒരു വഴി എടുത്തിടും. താബീത്ത ഇപ്പോൾ അതിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അതിലൂടെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാവുന്ന പ്രതീക്ഷയിൽ ഇറങ്ങി തിരിക്കുമെങ്കിലും അവസാനിക്കുന്നത് തൻ്റെ പിതാവിനെ പോലെ മരണത്തിലായിരിക്കും. അപ്പോൾ ഈ ചിന്തയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ജൂലി ഇപ്പോൾ സ്റ്റോറി വാക്കിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ എൽജിൻ പറയുന്നൊരു പോയിൻ്റുണ്ട്, ഇതെല്ലാം നമ്മളുടെ മേലുള്ള പരീക്ഷണമാണ്. ഈ ടൗൺ ജയിക്കുന്ന എവിടെയാണെന്നറിയോ? സത്യം. ആ സത്യത്തെ നമ്മുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് കുറേ കള്ളങ്ങൾ മുന്നിലായി നിർത്തിവെക്കും. നമ്മൾ ആ കള്ളങ്ങളിൽ വിശ്വസിച്ച് നിരാശരെ പിന്തിരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജൂലിയുടെ നെഗറ്റീവ് ചിന്തകളെ എൽജിൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഈ ടൗൺഷിപ്പിൽ നിന്നും പുറത്തുകടക്കാൻ എന്തോ ഒരു വഴിയുണ്ടെന്ന് അവൻ ശക്തമായി വിശ്വസിക്കുന്നു. അതിനായി അവരെപ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ റാണ്ടലിന് ശേഷം ഇപ്പോൾ ജൂലിക്കൊരു കമ്പനി വീണ്ടും വരികയാണ്. എൽജിൻ ഈ സ്റ്റോറി വാക്കിനെക്കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായും അവിടെ വീണ്ടും ജൂലിയുടെ ശ്രമങ്ങൾ തുടർന്നേക്കാം, പുതിയ വഴികളിലൂടെ. എന്തൊക്കെ പറഞ്ഞാലും എൽജിൻ റാണ്ടലിനെ പോലല്ല, അവന് ചില ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ കയ്യിലുണ്ട്.
അടുത്ത കണ്ണൂടെ പോകാണ്ടിരുന്നാൽ കൊള്ളാം. അത് പറഞ്ഞപ്പോഴാണ് സേറയുടെ അടുത്തേക്ക് ബോയിഡ് എത്തുന്നുണ്ട്. രാത്രിയിലത്തെ പ്ലാനിൽ ബോയിഡ് പറഞ്ഞൊരു കാര്യമില്ലേ, അഥവാ കോലം വെച്ച് കുത്തിയ ശേഷം പോസ്റ്റ് ഓഫീസിലേക്ക് ഓടുമ്പോൾ അവിടെ എന്തെങ്കിലും വധൂരി വന്ന് നിന്നാൽ നേരെ വേറെ വീട്ടിലേക്ക് ഓടിക്കാണല്ലോ. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ ബോയിഡ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന സമയമാണത്. രാത്രി വാതിലിനടുത്ത് തന്നെ നിൽക്കണേ, ഓടി ഒന്ന് മുട്ടി വിളിച്ചാൽ തുറന്ന് തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഷെരീഫ് സേറയ്ക്കടുത്തേക്ക് എത്തി പറയുമ്പോൾ അവൾക്കുള്ളിലെ ആ ഒരു നീറ്റലുണ്ടല്ലോ, തൻ്റെ സഹോദരനെ കൊന്നു, ഒരു കൊച്ചു ചെറുക്കനെ കൊല്ലാൻ നോക്കി, അതുകൊണ്ട് ഈ അപകടത്തിലേക്ക് ചാടാൻ താൻ തയ്യാറാണെന്ന് സേറ പറയുന്നു. അവൾ ടോട്ടോവുമായി രാത്രി ഇറങ്ങാമെന്ന് നിൽക്കുവാണ്, തൻ്റെ കുറ്റബോധത്തിന് ഒരു സമ്മാനം കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടാനായിട്ട്. എന്നാൽ ബോയിഡ് അവളെ ശക്തിയാക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട്, നിന്നെ എനിക്ക് ആവശ്യമാണ്, ഇപ്പോഴല്ല, ആ ടണലിലേക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ വേണം സാറ. കൂടോത്രം തന്നെ ജോത്സ്യരാമുട്ടയിൽ എന്തോ മന്ത്രം ജപിച്ചിട്ട് റോജറുടെ ആ ബോഡിയിലേക്ക് വെച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ചെവിയിൽ മന്ത്രിക്കുന്നു, നിന്റെ കളിക്കുള്ള സമയമായി, എന്തോ വലുത് വരാൻ പോവുകയാണ്, ഓ മൈ ഗോഡ്. അങ്ങനെ സന്ധ്യയോടെ എടുക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിലെ ചർച്ചയിൽ ബോയിഡ് പറഞ്ഞ ആ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ഹെൻറി. തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പുനർജന്മമാണ് താബീത്തി എന്ന് പുള്ളി കൊന്നാലും വിശ്വസിക്കില്ല. അത് വെച്ചുകൊണ്ടുള്ള ഈ എസ്കേപ്പ് പ്ലാനൊക്കെ വെറുതെ ആണെന്ന് വ്യാകുലപ്പെടുന്നത് കണ്ട് ജെയ്ഡി ചോദിക്കുന്നുണ്ട്, താബീത്തിയോടെ പോയി ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചോന്ന്. നേരത്തെ അതിനുവേണ്ടി പോയതാണെങ്കിലും നടന്നില്ലായിരുന്നല്ലോ. കൂടിയൊക്കെ നിർത്തിയിട്ട് മനസ്സൊന്ന് ശാന്തമാക്കാൻ പറഞ്ഞു നിൽക്കവേ പെട്ടെന്ന് വീണ്ടും ഹെൻറിക്ക് ആ ഒരു ബീപ് ശബ്ദം. സഡൻലി ഹെൻറി ഹോസ്പിറ്റൽ ബെഡിൽ. ഡോക്ടർ വന്ന് ഹെൻറി കണ്ണു തുറന്ന് പറയുവാണ്. ഉടൻ മുന്നിലേക്ക് വരുന്നതോ, വിക്ടർ ചുള്ളനായല്ലോ. വിക്ടർ വന്ന് ബോധം തിരിച്ചു വന്ന പിതാവിനെ നോക്കി സന്തോഷിക്കുന്നതും പെട്ടെന്ന് ആ ഭ്രമം മാറി ഹെൻറി പുറത്തേക്ക് വന്നു. എന്താ സംഭവിച്ചതെന്ന് ജെയ്ഡിന് മനസ്സിലാവുന്നില്ല. ഒന്നും മിണ്ടാതെ ഹെൻറി ഭയന്ന് പോകുമ്പോൾ ഇനി ആ വാറ്റ് കുടിച്ചുകൊണ്ടാണെന്ന് ജെയ്ഡ് സംശയിക്കുന്നു. തീർച്ചയായും അത് കുടിച്ചുകൊണ്ട് തന്നെ, പക്ഷേ കുടിച്ച സമയത്ത് അതിൽ സോഫിയുടെ ബ്ലഡും ഉണ്ടായിരുന്നു മുന്നേ. അതുണ്ടാക്കുന്ന ഇല്യൂഷനാണ് ഇതെല്ലാം. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാണെന്നും അതിൽ നിന്ന് ഉണർന്നാൽ മാത്രം മതി എന്നുമുള്ളൊരു ചിന്ത സോഫി ഹെൻറിയുടെ മനസ്സിലേക്ക് ബോധപൂർവ്വം കുത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് ഹെൻറി വിശ്വസിപ്പിക്കാനുള്ള ഒരു ട്രാപ്പാണിത്. അതുകൊണ്ട് താൻ യഥാർത്ഥത്തിൽ ആശുപത്രിയിലാണെന്നും വിക്ടർ തന്നെ നോക്കുകയാണെന്നും ഈ ടൗൺഷിപ്പും കാര്യങ്ങളെല്ലാം തൻ്റെ കോമ സ്റ്റേജിലുണ്ടാവുന്ന തോന്നലുകൾ മാത്രമാണെന്നൊക്കെ ഹെൻറി വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെ, നമ്മുടെ ലൈറ്റ് ഷോപ്പിലെ പോലെ. ഓർമ്മയുണ്ടോ നമ്മുടെ ബെസ്റ്റ് അവർ ലൈറ്റ് ഷോപ്പ് കെ ഡ്രാമ? നേരം സന്ധ്യയായിരിക്കുന്നു. ഇനിയാണ് മക്കളെ വിളയാട്ടം. ഇതൊക്കെ ഇങ്ങനെ വീണ്ടും കാണുമ്പോണ്ടല്ലോ ഒരു കുളിര് കോരുക. ഇപ്പം തന്നെ രോമാഞ്ചമായി. ഐക്കണിക് മണിയടി, ബോയ് ഡ്രിങ്ക്സ് എ ബെൽ. എല്ലാവരോടും കൂടണയാനുള്ള ശബ്ദം മുഴക്കി തിരികെ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലിസും കെന്നിയും റെഡിയായി നിൽക്കുവാണ്. എല്ലാ മോൺസ്റ്റേഴ്സും വന്ന് അവിടെ സ്ഥിരം പരിപാടികൾ നടത്തി നിൽക്കെ വേണം അറ്റാക്ക് ചെയ്യാൻ. എന്നത്തെയും പോലെ ഒരു സാധാരണ രാത്രിയിൽ നിൽക്കെ അവറ്റകൾ അറിയാതെ വേണം അറ്റാക്ക് നടത്താൻ. ഇതൊക്കെ പറഞ്ഞ് അവർ പോസ്റ്റ് ഓഫീസിലേക്ക് കയറുമ്പോൾ കോളനി ഹൗസിൽ ഡോണയ്ക്ക് ഇരിക്കപ്പെടുത്തില്ല. ടെൻഷൻ. പുറത്തിറങ്ങി നടക്കുന്ന കണ്ട് ഫാത്തിമ തിരികെ ബെഡിലേക്ക് കൊണ്ടുപോയി അടങ്ങി ഒന്നിക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അവളന്നേരം ജനലേക്ക് അടച്ചു മൂടി സേഫാക്കുന്ന ജോലിയിലായിരുന്നു. ഇന്നേരം മറ്റൊരു സംഭവം നടക്കുവാണ്. സോഫിയ കോളനി ഹൗസിലേക്ക് കയറി വരുന്നു. ബോയ്ഡിൻ്റെ പ്ലാനിൽ ഭയമാണെന്നും മോൺസ്റ്റേഴ്സിന് ഭയമാണെന്നും പറഞ്ഞ് അന്നത്തേക്ക് മാത്രം ടൗണിൽ നിന്ന് വിട്ട് അവിടെ തങ്ങാൻ കയറുന്നു. എന്നാൽ ലക്ഷ്യം വേറെയാണ്. പോസ്റ്റ് ഓഫീസിൽ പക്ഷേ ബോയ്ഡിൻ്റെ പ്ലാൻസിന് മാറ്റം വരികയാണ്. മോൺസ്റ്റേഴ്സിനെ ഒറ്റയ്ക്ക് നേടാൻ പോകുന്നതിൽ നിന്നും കെന്നിയും മെലിസും ചേർന്ന് ബോയ്ഡിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഷെരീഫിൻ്റെ പാർക്കിൻസൺസ് ലക്ഷണങ്ങൾ അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കെന്നി തന്നെ പകലാ വിറയിൽ കണ്ടതാണ്. ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് കാലിന് വല്ല മരൂപം വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനാണ് എല്ലിസിന്. കെന്നി അപകടത്തിലേക്ക് തള്ളി വിടുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എല്ലിസുമായി തർക്കമായി ചൂടാവുന്നതിലൂടെ ബോയ്ഡിൻ്റെ ഉറയിൽ അവിടെ വീണ്ടും വില്ലനായി നിൽക്കെ കെന്നി പൂർണ്ണ മനസ്സോടെ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. ഒന്നുമില്ലെങ്കിലും ബോയ്ഡിൻ്റെ ഡെപ്യൂട്ടി അല്ലേ. അങ്ങനെ ഇതാ മോൺസ്റ്ററുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര നാളെ കണ്ടിട്ട് അല്ലേ? ഇന്നേരം കോളനി ഹൗസിലും ഒരു വൻ സംഭവം അരങ്ങേറുവാണ്. സോഫിയ ഒരു മുറിയിലായിരുന്ന് എന്തോ മന്ത്രിക്കുന്നു. മുന്നേ സാറയിൽ വോയിസ് കമാൻഡ് നടത്തിയ അതേപോലെ തന്നെ ഇപ്പോൾ ശബ്ദിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന റോജറിൻ്റെ തലയിലേക്ക് അത് വന്ന് ഭവിക്കുന്നു. അവൻ ഉണരുകയാണ്. തുന്നിക്കെട്ടിയിരിക്കുന്ന ആ വായ പൊളിച്ച് കോളനി ഹൗസിലേക്ക് സോംബി റോജർ. പോസ്റ്റ് ഓഫീസിനടുത്തൂടെ ഒരു മോൺസ്റ്റർ നടന്നു പോവുകയാണ്. ഇതാണ് കറക്റ്റ് സമയം. ബോയ്ഡിന് നല്ല ആശങ്കയുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതായത് തിരിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് കയറാൻ കഴിഞ്ഞില്ലേ, ഏതെങ്കിലും വീട്ടിലേക്ക് ഓടിക്കയറണം. അതും സംഭവിച്ചില്ലേ, ടാലിസ്മാൻ കിടപ്പുള്ള ആളൊഴിഞ്ഞ പള്ളിയുണ്ട്, ചർച്ച്, ബസ് കിടപ്പുണ്ട്, ഡൈനറും. എവിടേക്കെങ്കിലും ഉടനെ ഓടിക്കയറിക്കോണം. കുത്തിയ ശേഷം എന്തു പറ്റിയെന്ന് നോക്കി നിൽക്കുക പോലും ചെയ്യണ്ട. അങ്ങനെ ആ ടോട്ടോമായി കെന്നി ഇറങ്ങുവാണ്. പിറകെ ചെന്നൊരൊറ്റ കുത്ത്. അത് ചീർന്നതും ഒപ്പം മറ്റു മോൺസ്റ്റേഴ്സും ചീറി അങ്ങോട്ടേക്ക് നടക്കുന്നു. എന്നാൽ ആ ടോട്ടം അത് വർക്കായില്ല. മോൺസ്റ്ററിന് മേൽ അത് ഫലിച്ചില്ല. ആ പാൽക്കാരൻ രാക്ഷസൻ അത് സിമ്പിളായി വലിച്ചു വരുവാണ്. കെന്നി പോസ്റ്റ് ഓഫീസിലേക്ക് നോക്കുമ്പോൾ അവിടെ മോൺസ്റ്റർ.
ഒപ്പം അടുത്തുള്ള സകല വീടിന് മുന്നിലും ഓരോ മോൺസ്റ്റർ വീട് നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യും? ബോയ്ഡും മെലിസും ജനാലയിലൂടെ ഇതെല്ലാം കണ്ട് തരിച്ചു നിൽക്കെ കെന്നി എന്ത് ചെയ്യുന്നു? അവനോടി ആ ബസ്സിലേക്ക് കയറുവാണ്. എന്നാൽ അടയ്ക്ക് മുന്നേ അത് കയറി പിടിച്ച് സ്മൈലി. ഓ നാശം! ഇനി എന്താ ഒരു വഴി? ബസ്സിൻ്റെ റൂഫിലേക്ക് ഓടി കയറുവാണ്. എന്നാൽ സ്മൈലി കെന്നിയെ കാണുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒരു അന്യ സംഭവം ഉണ്ടാവുന്നു. ദാറ്റ് കണക്ഷൻ. കോളനി ഹൗസിലുള്ള ഫാത്തിമയ്ക്ക് സ്മൈലിയുടെ മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നൊരു മൊമെൻറ്റ്. കെന്നിയെ പിന്തുടർന്ന് വണ്ടിയുടെ റൂഫിലേക്ക് കയറുന്നതെല്ലാം ഫാത്തിമയ്ക്കും കൃത്യമായി അനുഭവിക്കാൻ കഴിയുന്നു. കറങ്ങി നടന്നിരുന്ന മറ്റു മോൺസ്റ്റേഴ്സ് എല്ലാം തൊട്ടുമുന്നേ വഴി ബ്ലോക്ക് ചെയ്തവരുൾപ്പെടെ ആ ബസ്സിനടുത്തേക്ക് വന്ന് വളയുന്നതോടെ കെന്നിക്ക് താഴേക്ക് ചാടാൻ കഴിയാതെ പൂർണ്ണമായി അനങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഓ മൈ കെന്നി! അവൻ്റെ അച്ഛനെ കൊന്നതും അന്ന് ഈ സ്മൈലിയാണ്. അന്ന് കൊന്നപ്പോൾ നിന്റെ അച്ഛൻ കിടന്ന് നിലവിളിച്ചെന്നും അതുപോലാണോ നീയെന്നും ചോദിച്ച് അടുത്തേക്ക് വരുക. കെന്നിക്കാണെ ഭയത്തെക്കാളോടെ ദേഷ്യം അരച്ചു കയറുവാണ്. ആ മോൺസ്റ്റർ അവൻ്റെ അടുക്കിലേക്ക് രാക്ഷസ രൂപത്തിൽ അടുക്കുന്നതും ഫാത്തിമ അവിടെ അരുത് എന്ന് നിലവിളിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ രാക്ഷസ രൂപം സ്മൈലി പോലും അറിയാതെ പഴയപടി ആവുന്നതും ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കെ കെന്നി ധീരതയോടെ അവനെ തള്ളി താഴേക്കിട്ട് ഓടി വന്ന ആ ബസ്സിൻ്റെ 2 വാതിലും അടയ്ക്കുന്നു. ഇനി പേടിക്കണ്ട, താലിസ്മാനുണ്ട്. ഹോ, തലനാട് എഴിക്കാ കെന്നി രക്ഷപ്പെട്ടേക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഫാത്തിമ ക്യാൻ കൺട്രോൾ സ്മൈലി മോൺസ്റ്റർ. എന്നാ മാസ്മരിക ടേണിംഗ് പോയിന്റ്. ഫാത്തിമ റോക്സ്. ഫാത്തിമ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ അവളുടെ ഇമ്പോർട്ടൻസ് കാട്ടിത്തന്നു. കണ്ടു വടി. മുന്നേ പറഞ്ഞ പോലെ ഫാത്തിമയ്ക്ക് ചില സമയങ്ങളിൽ സ്മൈലി മോൺസ്റ്ററുമായി ഒരു മാനസിക ബന്ധം ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാനും അവനെ പൂർണ്ണമായി നിയന്ത്രിക്കാനും കഴിയും എന്നിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ വ്യക്തമായിരിക്കുകയാണ്. സ്മൈലി സാധാരണ രൂപത്തിലായിരിക്കുമ്പോൾ ഫാത്തിമയ്ക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നിനിയും കൃത്യമല്ല. എന്നാൽ അവൻ രാക്ഷസ രൂപത്തിലേക്ക് മാറുമ്പോൾ അവൻ്റെ ശരീരത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ അവൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, ഈ കഥയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. കാരണം ഫാത്തിമയ്ക്ക് ഇനി സ്മൈലി രാക്ഷസനെ ഉപയോഗിച്ച് മറ്റൊരു മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ സാധിച്ചേക്കും. ഇതുവരെ മനുഷ്യർ ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ഫലം നൽകിയിട്ടില്ല. പക്ഷേ ഈ രാക്ഷസനെ വെച്ച് മറ്റൊരു രാക്ഷസനെ കൊല്ലുന്നത് ചിലപ്പോൾ വിജയിച്ചേക്കാം. തീർച്ചയായും ഫാത്തിമ വളരെ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ. കാരണം ഈ ശ്രമത്തിൽ സ്മൈലി മോൺസ്റ്റർ മരിച്ചുപോയാൽ മനുഷ്യരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തുറപ്പിച്ചിട്ടാണ് ഇല്ലാതാകുന്നത്. ഫാത്തിമയും സ്മൈലി മോൺസ്റ്ററും തമ്മിലുള്ള ഈ വലിയ ബന്ധത്തിന് കാരണം അവർ യഥാർത്ഥത്തിൽ അമ്മാമകൻ എന്ന ബോണ്ടിങ്ങിൽ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ആ ഗോലത്തിന് മുന്നിൽ വെച്ചാണ് അവളിപ്പോൾ അറിയാതെയാണെങ്കിലും ഈ ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. അതിലേക്ക് നയിച്ചതിനപ്പോൾ അവളുടെയൊക്കെ ഗോലത്തിന് എന്തെങ്കിലും ഒരു റോളുണ്ടോ? നേരിട്ട് തന്നെ പങ്കില്ലായിരിക്കാം. പക്ഷേ അത് നിർമ്മിക്കുന്ന സമയത്ത് ഫാത്തിമയുടെ പിതാവ് അവളോട് പറഞ്ഞിരുന്ന മാന്ത്രിക കഥകളെല്ലാം അവളുടെ ഓർമ്മയിൽ വന്നിരുന്നു. ഒരുപക്ഷെ തകർന്നിരുന്ന അവളിൽ ഓർമ്മകൾ വലിയ ശക്തി നൽകുകയും ആ സ്മൈലി രാക്ഷസനെ നിയന്ത്രിക്കാൻ അവളെ പ്രാപ്തിയാക്കുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അവൾ ചെയ്ത ഈ ഒരു കാര്യം അറിയാതെ ആണെങ്കിലും അവളുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു അപകടം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം ഇനി രാക്ഷസന്മാരോ അല്ലെങ്കിൽ സോഫിയോ ഫാത്തിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഈ വലിയൊരു പോരാട്ടത്തിൽ മനുഷ്യർക്ക് മുൻതൂക്കം ലഭിക്കാതിരിക്കാൻ അവരെന്ത് വഴിയും നോക്കും. തീർന്നില്ല. കോളനി ഹൗസിൽ വീണ്ടും കോളിളക്കം. സോഫിയുടെ മന്ത്രവാദത്തിലൂടെ ജീവൻ വെച്ച് റോജറുടെ സോംബി കഥകടിച്ച് തകർത്ത് ഉള്ളിലേക്ക് കയറുവാണ്. ആ താലിസ്മാൻ തകിടുകൊണ്ട് ഈ ക്രിയേച്ചേഴ്സിനെ ഒന്നും ആക്രമിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ മുന്നേ കണ്ടറിഞ്ഞതാണ്. അകത്തേക്ക് കടക്കുന്നതും ആദ്യമേ തന്നെ എല്ലാവർക്കും അലട്ട് കൊടുക്കുന്നവനെ ആക്രമിക്കുന്നു. തൊട്ടടുത്ത നിമിഷം നേരെ പാറ്റിക്കടുത്തേക്ക് ആ പൊളന്ന വായുമായി പാഞ്ഞു വരികയാണ്. കൃത്യസമയം ചാടി എഴുന്നേറ്റ് എൽജിനും മറ്റൊരാളും കൂടി മോൺസ്റ്റേഴ്സ് വരാണ്ടിരിക്കാൻ കഥ കടച്ചു നിൽക്കെ എൽജിൻ എന്ത് ചെയ്യുന്നു? തബീത്ത പാവയെ കൊന്ന ആ കാര്യം ഓർമ്മ വന്ന് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ടോട്ടം എടുത്ത് നേരെ റോജറുടെ പള്ളയ്ക്ക്. കോളനി ഹൗസ് കുറച്ചു നേരത്തേക്ക് മൊത്തത്തിൽ ഒന്ന് കുലുങ്ങിയെങ്കിലും ഇപ്പോൾ എൽജിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ശാന്തമായിരിക്കുകയാണ്. ആ വിറയിൽ ഇനിയും മാറിയിട്ടില്ല. ഈ ടോട്ടംസ് രാക്ഷസന്മാർക്കെതിരെ യാതൊരു ബലവും ചെയ്യുന്നില്ല എന്ന സത്യം നമ്മളിവിടെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടണലിലേക്ക് പോകുമ്പോൾ സുരക്ഷയ്ക്കായി ടോട്ടംസ് കൊണ്ടുപോകാമെന്ന അവരുടെ പദ്ധതി ഇവിടെ പൂർണ്ണമായും പരാജയമായി. എന്നാൽ ജീവൻ വെച്ച് വരുന്ന മൃതദേഹങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സോംബികൾക്കെതിരെ പ്രവർത്തിക്കാൻ ടോട്ടംസിന് കഴിയുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തരം സോംബികൾക്ക് താലിസ്മാൻസിനെ മറികടന്ന് വീടുകൾക്കുള്ളിലേക്ക് കയറാൻ സാധിക്കും എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ ജീവൻ വെച്ച് വരുന്നത് വളരെ അപൂർവമായ കാര്യമായതുകൊണ്ട് തന്നെ ഈ ടോട്ടംസിന് വലിയ ഉപയോഗമൊന്നുമില്ല എന്ന്. എന്നാൽ അവിടെയാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത്. ഫാത്തിമ സ്മൈലി മോൺസ്റ്ററിനെ ഉപയോഗിച്ച് മറ്റു കുറേ മോൺസ്റ്റേഴ്സിനെ കൊന്നാൽ അത് സോഫിയെ പ്രകോപിപ്പിക്കുകയും ഇതിന് പകരമായി കുറേ മനുഷ്യരുടെ മൃതദേഹങ്ങൾക്ക് അവൾ ജീവൻ നൽകുകയും ചെയ്തേക്കാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഈ ടോട്ടംസ് വലിയൊരു ആയുധമായി അവർക്ക് മാറും. എന്തായാലും സമയം തീരും മുമ്പ് ഈ സത്യം അവിടുത്തെ താമസക്കാർ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ കോളനി ഹൗസിലെ റോജർ സോംബിയുടെ ആ ഒരു ആക്രമണം തന്നെ എത്രത്തോളം എല്ലാവരിലും ഭയമുണ്ടാക്കിയെന്ന് കണ്ട് സോഫി നിന്നങ്ങനെ ആസ്വദിക്കുകയാണ്. എല്ലാം ഒരു തുടക്കം മാത്രമാണെന്ന പോലെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? കെന്നിക്ക് ഓടിക്കയറാൻ സാധിക്കുമായിരുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും വാതിലുകൾ അവൻ കുത്തുന്നതിന് മുമ്പേ തന്നെ മോൺസ്റ്ററുകൾ വളർന്നിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു പ്ലാൻ നേരത്തെ അറിയാമായിരുന്നു.
ഇനി പിന്നെ റീസൺ നോക്കിയാൽ ഒരുപക്ഷെ ടൗണിൽ നടക്കുന്നതെല്ലാം മോൺസ്റ്റേഴ്സിന് അറിയാൻ കഴിയുമായിരിക്കും. എന്നാൽ മറ്റൊരു വശം നോക്കിയാൽ തൻ്റെ പ്ലാനിൻ്റെ ഭാഗമായി വാതിലുകൾക്ക് അടുത്ത് തന്നെ നിൽക്കാൻ ബോയ്ഡ് സാറയോട് പറഞ്ഞിരുന്നു. സോഫിയയ്ക്ക് സാറയുടെ മനസ്സ് വായിക്കാൻ കഴിയുമെന്നതുകൊണ്ട് അവൾ ആ വിവരങ്ങൾ സാറയിൽ നിന്നും ചോർത്തിയെടുക്കുകയും അത് രാക്ഷസന്മാർക്ക് കൈമാറുകയും ചെയ്തിരിക്കാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സാറയുടെയും ഹെൻറിയുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ മറ്റു താമസക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ അറിയാതെ തന്നെ സോഫിയുടെ ചാരന്മാരായി പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ തുടർന്നാൽ തങ്ങളുടെ പ്ലാൻസിനേക്കാൾ ഒരുപടി മുന്നിലാണ് മോൺസ്റ്റേഴ്സ് എന്ന് ബോയ്ഡും അയാളുടെ സംഘവും തിരിച്ചറിയുന്ന ഒരു നിമിഷം തങ്ങൾക്കിടയിൽ ആരാണ് ഒറ്റുകൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവർ ചില വ്യാജ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും സോഫിയെ എത്രയും പെട്ടെന്ന് ആൾക്കാരെടുത്തിട്ട് അലക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കൊടും ഭീകരനാണ് ആ സാധനം എന്ന കാര്യം മറക്കരുത്. ഏതായാലും പലയിടത്തും കണ്ട 2 തിയറികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒന്ന്, റാൻഡലാണ് ആ കൗബോയ് മോൺസ്റ്റർ എന്നത്. ആ മോൺസ്റ്റർ ഇപ്പോഴും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മറ്റൊന്ന്, സോഫിയുടെ ആ കണ്ണാടി. അത് മോൺസ്റ്ററിൽ ഒരുവനായ ഇയാളുടേതാണെന്ന് ഒരു തിയറി ഉണ്ടായിരുന്നു. പക്ഷെ അല്ലല്ലോ, അത് അയാളുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു മൊമെൻറ്റ് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വന്ന വേറൊരു സീനുണ്ട്. ഏതാണെന്നറിയോ? അവിടെ ഡിക് ഹലോറാൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഫാത്തിമ. എന്തായാലും ഒരു മാരക ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. കെന്നിയുടെ പവർ നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. ആ സ്പെഷ്യൽ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങി ആദിക്ക് ഇപ്പോൾ ശമനമായി. കെന്നിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ കൂടെ വേണം. മോൺസ്റ്റർ എന്ത് ചെയ്യുന്ന പരാതിയായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ സമാധാനമായില്ലേ? എന്നാ പറ, ഈ എപ്പിസോഡിൻ്റെ ആ ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസും ഇതിലൂടെ നിങ്ങൾക്കുണ്ടായ പുതിയ ചിന്തകളും. അപ്പോൾ എല്ലാം സെറ്റല്ലേ? എങ്കിൽ ഞാനങ്ങോട്ട് പോവാണേ. വീണ്ടും കാണാം വിഡോസ് പേയുമായി.